നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പുതിയ പുസ്തകം അനുസരിച്ചിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട സമഗ്രയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും അതിന്റെ ആൻസേഴ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വേഗത്തിൽ തീർക്കാം, ഈസി ചോദ്യങ്ങളാണ് എല്ലാം തന്നെ. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തുണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കേട്ടിട്ട് പോവുക. ഓക്കെ. ഒന്ന്, സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ആൻസർ ജനാധിപത്യ ഭരണക്രമം, ക്ഷേമ രാഷ്ട്ര നിർമ്മാണം. എന്തൊക്കെയായിരുന്നു? സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമം, ക്ഷേമ രാഷ്ട്ര നിർമ്മാണം. ക്വസ്റ്റ്യൻ നമ്പർ 2, നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ സമത്വം എന്ന് പറയുന്ന പദമുണ്ട്. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് സമത്വം? ഇക്വാലിറ്റി മീൻസ് പദവിയിലും അവസരത്തിനുള്ള ഇക്വാലിറ്റി അഥവാ സമത്വം. 3, ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായിട്ട് രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? DPSP അഥവാ മാർഗനിർദ്ദേശക തത്വം എന്ന് വിളിക്കുന്നത്. ഈസി ചോദ്യം, അതുകൊണ്ടാണ് പറഞ്ഞത്. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ അധികാര വിഭജനത്തിന്റെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ്, റെയിൽവേ, ബാങ്കിങ്, സിറ്റിസൺഷിപ്പ് ഏത് വിഭാഗത്തിലാണ് വരുന്നത്? അത് യൂണിയൻ ലിസ്റ്റിലാണ്. ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാൻ അറിയാത്തവര്, യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. അടുത്ത 5, സൈബർ നിയമങ്ങൾ അധികാര വിഭജനത്തിന്റെ ഏത് ലിസ്റ്റിലാണ് പെടുന്നത്? സൈബർ നിയമം ഉൾപ്പെടുന്നത് അവശേഷിക്കുന്ന അധികാരത്തിലാണ് സൈബർ നിയമം ഉൾപ്പെടുന്നത്. സൈബർ നിയമം എവിടെയാണ്? അവശേഷിക്കുന്ന അധികാരത്തിൽ. അതുപോലെ കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്? ഈസി ചോദ്യം, 20 ലോക്സഭാ മണ്ഡലങ്ങൾ. 7, ധനബിൽ പാർലമെന്റിന്റെ ഏത് സഭയിൽ ആദ്യം അവതരിപ്പിക്കുന്നത്? മണി ബിൽ എവിടെയാണ് അവതരിപ്പിക്കുന്നത്? ലോക്സഭയിൽ. മണി ബിൽ ആദ്യം എവിടെ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ? ലോക്സഭയിൽ. എല്ലാവർക്കും അറിയാം. അടുത്തത്, ഒരു ബില്ല് നിയമമാകുന്നതിന്റെ ഘട്ടങ്ങൾ, വിവിധ ഘട്ടങ്ങളുണ്ട്. ഇന്നത്തെ കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്ന ഘട്ടത്തിന് ഏതാണെന്ന് എഴുതാൻ ചോദിക്കും. ഒരു ബില്ല് നിയമമാകുന്നതിന് പല ഘട്ടങ്ങളുണ്ട്. അതിനകത്ത് കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്ന ഘട്ടമാണ് 2ാം വായന. 1ാം വായന, 2ാം വായന, 3ാം വായന. ഇന്നത്തെ 2ാം വായനയാണ് കമ്മിറ്റി ഘട്ടം എന്ന് അറിയുന്നത്. ആരുടെ അംഗീകാരത്തോട് കൂടിയിട്ടാണ് ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നത്? ആരാ ഒപ്പിടേണ്ട? ഫൈനലായിട്ട് പ്രസിഡന്റ് ആണ് ഒപ്പിടേണ്ടത്. അടുത്ത, വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? എല്ലാവർക്കും അറിയാം, 86ാം ഭരണഘടന ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റിയത്. 11, കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരം രാഷ്ട്രപതിയിലാണ്. കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരം ആരിലാണ്? രാഷ്ട്രപതിയിലാണ്. ഇനി കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ നിർവഹിക്കപ്പെടുന്നത് ആരിലൂടെ ആയിരിക്കും? പ്രസിഡന്റ് ആണോ എന്നെല്ലാം ചെയ്യുന്നത്? അല്ല, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഹെഡായിട്ടുള്ള മന്ത്രിസഭയിലൂടെയാണ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. 13, പൗരത്വ മൗലികാവകാശങ്ങൾ, ജനപ്രാതിനിധ്യ നിയമം എന്നീ വിഷയങ്ങളിൽ നടത്തുന്ന ഭരണഘടനാ ഭേദഗതികൾ വ്യത്യസ്തമാണ്. ഈ പ്രസ്താവന പരിശോധിക്കാനാണ് പറയുന്നത്. പൗരത്വം, മൗലികാവകാശം, ജനപ്രാതിനിധ്യ നിയമം എന്നീ വിഷയങ്ങളിൽ നടത്തുന്ന ഭരണഘടനാ ഭേദഗതികളെല്ലാം വ്യത്യസ്തങ്ങളാണ്. ഈ പ്രസ്താവന പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, പൗരത്വം അയവുള്ള ഭേദഗതി, മൗലികാവകാശം എന്താ? ദൃഢമായ, ഫ്ലെക്സിബിൾ ആണോ എന്നുള്ളതാണ്. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ, അതാണ്. പൗരത്വം എന്താണ്? ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭേദഗതി. മൗലികാവകാശം ദൃഢമാണ്. ജനപ്രാതിനിധ്യ നിയമം അതിദൃഢമായ ഭേദഗതി. ഓക്കെ, ഇങ്ങനെ അവർ കൊടുത്തിരിക്കുന്നു. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? പാർലമെന്റിന്റെ ലോക്സഭ, രാജ്യസഭ അങ്ങനെയുള്ള ഇരു സഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജ് ആണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. പാർലമെന്റ് ഇരു സഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അടുത്തത്, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? ഈസിയാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നു, മന്ത്രിസഭ അംഗങ്ങളെ നിശ്ചയിക്കുന്നു, മന്ത്രിസഭയുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുന്നു. രാഷ്ട്രപതി, മന്ത്രിസഭ, പാർലമെന്റ് എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്നതും ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ. അടുത്തത്, പ്രധാനമന്ത്രിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റണം, ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകളെല്ലാം രൂപീകരിക്കണം, രാഷ്ട്രീയ കാര്യനിർവഹണത്തെ സഹായിക്കുന്നതുമൊക്കെ പ്രധാനമന്ത്രിയാണ്. സുപ്രീം കോടതിയുടെ ഉത്ഭവാധികാരവും ഉപദേശാധികാരവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ അഡ്വൈസറി ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കാറുണ്ട്. അഡ്വൈസറി ആയിട്ട് വരുന്ന അവകാശത്തെ പറ്റിയിട്ട് നോക്കിക്കേ.
ഉത്ഭവാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ ഉത്ഭവാധികാരത്തിന്റെ പരിധിയിലാണ് വരുന്നത്. സുപ്രീം കോടതിക്ക് മാത്രം കഴിയുന്ന വിഷയങ്ങൾ. ഉപദേശകാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെക്കുറിച്ചും ആർക്ക് ഉപദേശം കൊടുക്കും? സുപ്രീം കോടതി നിയമ ഉപദേശം രാഷ്ട്രപതിക്ക് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അതിനെയാണ് ഉപദേശാധികാരം. ഉത്ഭവാധികാരം എന്താ? സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് ഈ ഒരു അധികാരത്തിന്റെ പരിധിയിൽ വരുന്നത്. ഓക്കെ, അടുത്തത് പ്രതിരോധം, റെയിൽവേ, ജയിൽ, വിദ്യാഭ്യാസം, പോലീസ്, സൈബർ, വിവാഹം എന്നീ വകുപ്പുകൾ അധികാര വിഭജനത്തിന്റെ വിവിധ തലങ്ങളിൽ പെടുന്നു. അതിനെ ഒന്ന് വ്യക്തമാക്കാനാണ്. അതായത് റെയിൽവേ പ്രതിരോധം എവിടെയാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ്. റെയിൽവേയും ഡിഫൻസും യൂണിയൻ ലിസ്റ്റില്. സംസ്ഥാന ലിസ്റ്റിലാണ് അവരവരുടെ സംസ്ഥാനത്തെ ജയിലും പോലീസും. സമവർത്തി ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം, വിവാഹം. അവശേഷിക്കുന്ന അധികാരങ്ങളാണ് സൈബർ വരുന്നത്. സമവർത്തി ലിസ്റ്റില് വിദ്യാഭ്യാസം, വിവാഹം. സംസ്ഥാന ലിസ്റ്റിലാണ് ജയില്, പോലീസ്. യൂണിയൻ ലിസ്റ്റിലാണ് റെയിൽവേ, പ്രതിരോധം. ഓക്കെ, അതും സ്ഥിരം ചോദിക്കാറുണ്ട്. അടുത്ത പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ്? നിയമങ്ങൾ നിർമ്മിക്കുക, പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടികളിൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കുക, അംഗീകരിക്കുക. ഇതൊക്കെ ആരാ ചെയ്യേണ്ടത്? പാർലമെന്റ് ആണ് ചെയ്യേണ്ടത്. അടുത്ത പാർലമെന്റ് ഏറ്റവും പ്രാഥമിക ധർമ്മം എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് പാർലമെന്റിന്റെ ഒന്നാമത്തെ ധർമ്മം. അടുത്ത ഭരണഘടനാ ഭേദഗതി എന്നാൽ എന്താണ്? എല്ലാവർക്കും അറിയാം. എന്താ? ഭരണഘടന തിരുത്തുവോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക, ഒഴിവാക്കുക, ഇതൊക്കെയാണ് നമ്മുടെ അമെൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്താ കാര്യനിർവഹണം? എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള, അതായത് നിയമങ്ങളുടെയും നയങ്ങളും നടപ്പിലാക്കുക, ഭരണം നിർവഹിക്കുക എന്നിവയൊക്കെ ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് എക്സിക്യൂട്ടീവ്സ് ആണ്. ആരൊക്കെയാ കാര്യനിർവഹണത്തിൽ വരുന്നത്? നമ്മൾ പറഞ്ഞു ഹെഡ് ആരാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, തൊട്ടു താഴെ എന്താണ്? മന്ത്രിസഭ. ഇത്രയും പേരാണ് എക്സിക്യൂട്ടീവിനകത്ത് വരുന്നത്. കാര്യനിർവഹണത്തിന്റെ അധികാരം നിർവഹിക്കുന്ന ആരിലൂടെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സഭയാണ് മന്ത്രിസഭ. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാണ്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തില് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരടങ്ങുന്നവരാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. അതുപോലെ മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്താണ്? രാജ്യഭരണം നിർവഹിക്കണം, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കണം, പല ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനത്തെ ഏകോപിപ്പിക്കണം, ബില്ലുകളോ ഓർഡിനൻസുകളോ ഒക്കെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായിട്ടുള്ള മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും ഒക്കെ നിർവഹിക്കുന്നത് ആരാണ്? രാജ്യത്തെ മന്ത്രിസഭയാണ്. അപ്പൊ 26 ചോദ്യങ്ങൾ ഈ ചാപ്റ്റർ മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് തന്നെ പല ക്വസ്റ്റ്യൻസ് ആയിട്ടും പല രീതിയിലും ചോദിച്ചേക്കാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.